വിവാഹങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. പ്രവാചകൻ ഏതെങ്കിലും തരത്തിൽ വൈവാഹിക ജീവിതത്തിൽ മാതൃകാപരമല്ലാത്തൊരു സമീപനം സ്വീകരിച്ചു എന്ന് യുക്തിവാദികൾ പറയുന്ന സ്ത്രീലംബടനായിരുന്നു, ലൈംഗികമായ താല്പര്യവും ചോദനയും ശക്തമായിരുന്നു എന്ന് പറയുന്നതിന് പ്രവാചകന്റെ വിവാഹത്തെ ഭാര്യമാരുടെ എണ്ണത്തെ തെളിവ് പിടിക്കാറുണ്ട്. അതാണ് അതിന്റെ ആശയത്തിന്റെ ഒരു ഭാഗം ചോദിച്ചതില്. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള പ്രവാചകൻ 65-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട അഥവാ 40 മുതൽ പിന്നീട് 25 വയസ്സുവരെ ജീവിച്ച വിധവയായ 23 എന്നാണ് ചരിത്രം കേട്ടോ. പ്രവാചകനായിട്ട് ജീവിച്ചത് 23 വർഷം, പ്രവാചകൻ മരിച്ചത് 63-ാമത്തെ വയസ്സിലെന്നാണ് രേഖകളിലൊക്കെ ഉള്ളത്. ഖദീജ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം കഴിക്കില്ല. 25 വയസ്സായ ഒരു യുവാവ് 25 അല്ല, മാലിക് സലഫി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, പ്രവാചകൻ 28 വയസ്സും പ്രവാചകന് 25 വയസ്സും ഖദീജയ്ക്ക് 28 വയസ്സും എന്നാണ് പറയുന്നത്. വയസ്സായ വിധവയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് വൈകാരികതയാണുള്ളത്, അല്ലെങ്കിൽ എന്ത് ശാരീരിക താല്പര്യവും ചോദനയുമാണ് അതിലുള്ളത്? പ്രവാചകന്റെ വിവാഹത്തെ വിമർശിക്കുന്ന ആളുകൾ ആദ്യം മാതൃകയായി കാണിച്ചു തരേണ്ടത് അതാണ്. സ്വതന്ത്രമായ ലൈംഗികതയും ആരെയും എപ്പോഴും തന്റെ ഇണയായി പങ്കെടുപ്പിക്കാനും പങ്കാളിയാക്കാനും ശരീരബന്ധത്തിൽ ഏർപ്പെടാനും കുറെ കാലം കഴിഞ്ഞ് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയോ ചെയ്യാനും അതിലൂടെ സന്താനങ്ങളോ മറ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബാധ്യത ഏൽക്കേണ്ടതില്ല എന്ന് പറയാനും ശരീരത്തിന്റെ ചില താല്പര്യങ്ങൾ പൂർത്തീകരിക്കൽ മാത്രമാണ് ഇണജീവിതത്തിലൂടെ ഉള്ളത്, ശരീര സമ്പർക്കത്തിലൂടെ ഉള്ളത് എന്ന് പറയുന്ന യുക്തിവാദ ദർശനം ബാർബാറാസ്. നമ്മളിപ്പോ മറ്റുള്ളവരുടെ ദർശനം ശരിയോ തെറ്റോ എന്നല്ലല്ലോ പറയേണ്ടത്. ആ കുട്ടി ചോദിച്ചത് എന്താ? ഈ പ്രവാചകനിൽ നമുക്ക് മാതൃകയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? അതിനല്ലേ മറുപടി പറയുക. യുക്തിവാദികൾ അരാജകത്വ ജീവിതം നയിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നയിച്ചോട്ടെ, അവർക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയില്ലല്ലോ. അവർക്കൊരു പ്രവാചകനും വന്ന് എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ കിടന്നെരിയാനും നരകത്തിന്റെ വിറകുകൊള്ളിയാകാനും പ്രയാസവുമില്ലല്ലോ. പിന്നെന്തിനാ നിങ്ങൾ ഇതിൽ ടെൻഷൻ ആകുന്നത്? നിങ്ങൾ പറയേണ്ടുന്ന മറുപടി എന്താണ്? ഈ പ്രവാചകന്റെ ഭാര്യമാരിൽ 6 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ലേ? ഈ കാലഘട്ടത്തിൽ എന്തു മാതൃകയാണ് ആ വിവാഹത്തിനുള്ളത്, ആ പ്രവാചകനിലുള്ളത്? ഈ ചോദ്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ശൈശവ വിവാഹമൊക്കെ നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ പ്രവാചകനിലെ മാതൃക എന്താണ് എന്നാണ് ഉത്തരം പറയേണ്ടത്. അഭിപ്രായം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായം, ഈ അഭിപ്രായമുള്ള ആളുകളാണ് പ്രവാചകന്റെ ഈ വിവാഹത്തെ എടുത്തിട്ട് ലൈംഗിക താല്പര്യമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 25 വയസ്സുള്ള ഏതെങ്കിലും ഒരു യുക്തിവാദി 40 വയസ്സുള്ള ഒരു വിധവയെ കല്യാണം കഴിച്ചത് ഇക്കാലം അത്രയുമുള്ളൊരു തെളിവില്ലെന്ന് പറയണം. ഇതുവരെ കണ്ടിട്ടില്ല. ഇനി അതിനുവേണ്ടി വിമർശിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കുവോ എന്നറിയില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഇവരോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാ, അല്ല പ്രവാചകൻ 25 വയസ്സില് 28 വയസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടി, അതുപോലെ നിങ്ങൾ കെട്ടുമോ എന്ന് അവരോട് ചോദിക്കേണ്ടത്. അതിനുള്ള നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ പ്രവാചകൻ 25 വയസ്സും ഖദീജയ്ക്ക് 40 വയസ്സും ആയിക്കോട്ടെ, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കെട്ടിയോ എന്ന് ചോദിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഈറ്റില്ലങ്ങളിലാ. കാരണം പ്രവാചകന്റെ ചര്യയെ പിൻപറ്റേണ്ടത് നിങ്ങളാണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ ലോകാവസാനം വരെയുള്ള മാതൃകയാണെന്നല്ലേ പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചതും 53 വയസ്സിൽ 6 വയസ്സുകാരിയുടെ വാപ്പയുമായി സംസാരിച്ച് വിവാഹം ഉറപ്പിച്ചതും 25 വയസ്സിൽ 40കാരിയെ കണ്ട് മോഹമുദിച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളോട് തന്നെ ചോദിക്കണം. നിങ്ങളത് പിൻപറ്റാത്തത് എന്താണ്? നമ്മളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ശേഷമുള്ള സൗദാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നു. സൗദാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ സൗദാ റളിയല്ലാഹു അൻഹക്ക് 66 വയസ്സ് പ്രായമുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ് 25 വർഷവും കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അടുത്ത വിവാഹം, അഥവാ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷമാണ് അടുത്ത വിവാഹം. 65 വയസ്സുള്ള, അതായത് ഖദീജ പ്രബലയായ സ്ത്രീയാണ്, മക്കയിലെ ഖുറൈശി കുലത്തിലെ വ്യക്തിയാണ്. അവര് ഖുറൈശിയാണോ എന്നറിയില്ല കേട്ടോ, ഹുവൈലിദിന്റെ മകളാണ്. ഖുറൈശി ഇവരുടെ കുലം ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഖദീജ മക്കയിലെ പ്രമുഖനായ ഒരു വ്യവസായിയുടെ മകളാണ്. ഭയങ്കരമായ തറവാടിത്വമുള്ള ആളാണ്. മക്കയിലെ കുലമഹിമയുള്ള സ്ത്രീ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ ഖദീജയെ പരിചയപ്പെടുത്തുന്നത്. പ്രബലന്മാരായ അമ്മാവന്മാരും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നബി ഇനിയും അടുത്ത ഒരു പെണ്ണിനെ കിട്ടാൻ പോയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം, നബിക്കറിയാം.
ദൈവിക വെളിപാടുമായിട്ട് വരുന്ന ജിബ്രീലിനറിയാം. എല്ലാത്തിനും ഉപരിയായിട്ട് ഖദീജയ്ക്ക് അറിയാം എങ്ങനെ ഖദീജ പ്രവർത്തിക്കുമെന്ന്. വേറൊന്ന് കെട്ടാൻ പോയാലേ. അതുകൊണ്ട് അള്ളാഹുവിനും പേടിയായിരുന്നു, നബിക്കും പേടിയായിരുന്നു, ഖദീജയെയും ഖദീജയുടെ കുടുംബക്കാരെയും. അതുകൊണ്ട് ഒതുങ്ങി ജീവിച്ചു. പെണ്ണ് വിഷയത്തെ കുറിച്ചിട്ട് ചിന്തിച്ചതേയില്ല. പക്ഷെ ഉള്ളിലുണ്ട്. സൗദ റളിയല്ലാഹു അൻഹയാണ്. അതിന് പ്രത്യേക കാരണമുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അത് വിശദീകരിക്കുകയല്ല. ഹിജറക്ക് മുമ്പ് അവർ മുസ്ലിമായിരുന്നു, ഭർത്താവ് മുസ്ലിമാണ്. അബസീനയിലേക്ക് പീഡനം സഹിക്കവയ്യാതെ അവർ യാത്ര ചെയ്തു. കുടുംബത്തിൽപ്പെട്ട ആരും തന്നെ സൗദ റളിയല്ലാഹു അൻഹയുടേത് മുസ്ലിങ്ങളല്ല, ഭർത്താവ് മാത്രം. വഴിമധ്യേ മരിച്ചു, ഭർത്താവ് മരിച്ചു. ആ കുടുംബത്തിലെ ആളുകൾ, മക്കക്കാരായ ആളുകൾ സൗദ റളിയല്ലാഹു അൻഹയെ നിർബന്ധമായും മതം ഒഴിവാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. മറ്റൊരർത്ഥത്തിൽ ആരും തന്നെ സംരക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരു ഘട്ടം വന്നു. അല്ല, സംരക്ഷിക്കാൻ ആളില്ലാത്തവരെയൊക്കെ കെട്ടി സംരക്ഷിക്കുന്ന അത്ഭുത പ്രതിഭാസമാണ് പ്രവാചകൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ശരി. എന്നാൽ മതം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ മനസ്സനുവദിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീയുടെ സംരക്ഷണം എന്ത് ചെയ്യണം? മറ്റൊരാൾ വിവാഹം കഴിക്കണം. 66 വയസ്സ് പ്രായമുള്ള ഭർത്താവും അവരെ ഉമ്മയായി കണ്ട് സംരക്ഷിക്കാമായിരുന്നല്ലോ. ിന്റെ പേരിൽ ആദർശപരമായ ജീവിതത്തിന് വലിയ വിഷമതകളും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ സംരക്ഷണാർത്ഥം പ്രവാചകൻ അവരെ വിവാഹം കഴിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നു. പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹയെ. അവർ അവിവാഹിതയല്ല, വിവാഹം കഴിച്ച സ്ത്രീയായിരുന്നു, വിധവയായിരുന്നു. ഉമ്മു ഹബീബ അഥവാ റംല റളിയല്ലാഹു അൻഹ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിൻത് അബീ സുഫിയാൻ, അബൂ സുഫിയാന്റെ മകളെ വിവാഹം കഴിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് എന്നാണ് അവരുടെ ആദ്യ ഭർത്താവിന്റെ പേര്. അവർ അബസീനിയയിലേക്ക്, മക്കയിൽ ജീവിതം സഹിക്കവയ്യാതായ അബസീനിയയിലേക്ക് പോയി. അവിടെ വെച്ച് ഉമ്മു ഹബീബയുടെ ഭർത്താവ് മുമ്പ് ക്രിസ്ത്യാനിയായതുകൊണ്ട് അബസീനിയയിലെ ജീവിതത്തിൽ അവർ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു. അബസീനിയയിൽ ക്രിസ്ത്യാനിയായി ഭർത്താവ്, എന്നാൽ വിശ്വാസിയായി ബിൻത് അബീ സുഫിയാൻ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഭർത്താവ് നിർബന്ധിച്ചു ക്രിസ്ത്യാനിയാകണമെന്ന്. ഒരിക്കലും സമ്മതിച്ചില്ല. ഞാൻ ഇത് ഒഴിവാക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അബസീനിയയിലേക്ക്, നാട്ടിലേക്ക് വരണമെന്ന് നിർബന്ധിച്ചു. നാട്ടിലേക്ക് വരുന്നത് എന്തിനാണ്? അബൂ സുഫിയാനെ പിടിക്കാൻ, അഥവാ ഉപ്പയ്ക്ക് പിതാവിനെ പിടിക്കാൻ. മക്കയിലേക്ക് തിരിച്ചു വന്നാൽ ഭർത്താവ് ക്രിസ്ത്യാനിയായതുകൊണ്ട് വീണ്ടും ക്രിസ്ത്യാനിറ്റിയിലേക്ക് പ്രിയപ്പെട്ട ഭാര്യ അഥവാ ഉമ്മു ഹബീബയെ മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ് പിതാവായ അബൂ സുഫിയാൻ. അതുകൊണ്ട് അംർ ഇബ്നു ഉമയ്യ എന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായി പറഞ്ഞയക്കുകയും അബസീനയിൽ അരക്ഷിതമായ ജീവിതവും ആദർശപരമായ ജീവിതത്തിന് വേണ്ടി മഹാത്യാഗവും വഹിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, താങ്കളുടെ സംരക്ഷണം വിവാഹത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 60, 70, 80 വയസ്സൊക്കെയുള്ള ആളുകളെ വിവാഹം കഴിച്ച് ഭാര്യയാക്കി സംരക്ഷിക്കുന്ന നല്ല ഏർപ്പാടാണല്ലോ ഇത്. ഇന്ത്യ ആയിരുന്നിട്ടില്ലെങ്കിൽ നമുക്കും ഇതൊക്കെ തുടങ്ങാമായിരുന്നെന്നാണ് ഇപ്പോൾ കോയാമാര് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ഒന്ന് മലദ്വാർ സംസ്ഥാനമാക്കി കിട്ടിയാൽ അവർക്ക് ഇത്തരം ആശയങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിക്കാമായിരുന്നു. ഇങ്ങനെ എത്ര പേരെ വേണമെങ്കിലും കെട്ടി സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാട് പ്രവാചക ചര്യയിലുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലേ? പ്രയാസപ്പെടേണ്ടതില്ല, തിരിച്ചു വരാം എന്ന് പറഞ്ഞു. 4 വർഷമാണ് ആ വിവാഹം നീണ്ടത്. ശേഷം അവർ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രവാചകനെ വിമർശിക്കേണ്ടത് പിതാവായ അബൂ സുഫിയാനാണ്. അവര് വിമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് അത് ശരിയാകുമോ ഉസ്താദേ? ആ അബൂ സുഫിയാൻ വിശ്വാസിയാകുന്നതിന് മുമ്പ് അബസീനയിൽ വിഷമ ജീവിതം നയിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളെ മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി തറവാട്ടിലെ അംഗമായ അവർ അംഗീകരിക്കാത്ത പ്രവാചകൻ. അങ്ങനെ എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഉസ്താദേ? ഖുറൈശി തറവാട്ടിലെ അംഗമെന്ന് സാരമില്ല. ഖുറൈശി കുലത്തിൽപ്പെട്ട അബ്ദുള്ള മരിച്ച് 2 വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞിട്ടാണ് ആമിന മുഹമ്മദ് നബിയെ പ്രസവിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ടായിരിക്കും, അതായത് അന്നത്തെ മക്കയിലെ ആളുകളൊക്കെ നബിയെ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ എന്നാണ് വിളിച്ചിരുന്നത്, നട്ടു നനയ്ക്കാത്ത ഈത്തപ്പനെന്ന്. അതുപോലെ നബിയെ അനാഥനാണ്, തന്തയില്ലാത്തവനാണ് എന്നൊക്കെ ആരെങ്കിലും പറയും എന്നുള്ള ഭയം കൊണ്ടായിരിക്കും ഖുറൈശി കുലത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞ് അരക്കിട്ട് ഉറപ്പിക്കേണ്ടി വരുന്നത്. ശരി, ആ മനോവികാരം ഞാൻ മനസ്സിലാക്കിയതിനെ ഞാൻ മാനിക്കുന്നു. വിവാഹം ചെയ്തപ്പോ പിതാവായ അബൂ സുഫിയാൻ മക്കയിൽ വെച്ച് പ്രഖ്യാപിച്ചു, എത്ര നല്ല വരൻ, എത്ര മാന്യനായ ഒരു വരൻ എൻ്റെ മകൾക്ക് വീണ്ടും ലഭിച്ചല്ലോ എന്ന്. അന്ന് അബൂ സുഫിയാൻ ഒരു തരത്തിൽ യുക്തിവാദിയാണ്, വിശ്വാസിയാണ്. ഏത് മാതാപിതാക്കൾക്കാണെങ്കിലും മക്കൾക്കൊരു ജീവിതം കിട്ടുമ്പോഴത്തേക്കിനും അങ്ങനെ തന്നെയല്ലേ പറയൂ? അതെ, നാഗേന്ദ്രന്റെ ഹണിമൂണോ അതൊന്ന് കണ്ടാൽ മതി, മാറിക്കിട്ടും.
പക്ഷെ ആ പിതാവിന്റെ മനോവ്യഥ, ആ പിതാവിന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്റെ മകൾക്ക് കൃത്യമായ ഒരു സംരക്ഷണം ലഭിച്ചല്ലോ എന്ന ഉത്തരമാണ്. അബൂ സുഫിയാൻ പിന്നീട് വിശ്വാസിയായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ച് ഈ വികാരം പങ്കുവെച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും. സൈനബ ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹ വിവാഹം കഴിഞ്ഞതിന് ശേഷം 8 മാസത്തിന് ശേഷം മരിച്ചിട്ടുള്ള പ്രവാചകന്റെ ആ കുട്ടി ചോദിച്ചത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. ആ കുട്ടി ചോദിച്ചു കുടുങ്ങിയിരിക്കുകയാണ്. കുറച്ച് മുമ്പുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. കുട്ടി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പെണ്ണുങ്ങളെ കെട്ടി, 6 വയസ്സുള്ള കുഞ്ഞിനെയും കെട്ടി, ഈ കാലഘട്ടത്തിൽ ഈ നബിയിൽ എന്ത് മാതൃകയാണുള്ളത് ഇതേ ചോദിച്ചിട്ടുള്ളൂ. ഇദ്ദേഹം ഇതുവരെ നബി കെട്ടിയ സകല പെണ്ണുങ്ങളുടെ വയസ്സും പ്രായവും കെട്ടാനുണ്ടായ സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിച്ചിട്ട് അവസാനം അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നബി കെട്ടിയത്. അല്ല, ഈ കാലഘട്ടത്തിൽ എങ്ങനെ മാതൃകയാക്കും? നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ കാര്യം? അതെ, ഇത്രേ ഉള്ളൂ ഉത്തരം. കുട്ടി ചോദിക്കുന്നത് പശുവിനെ കുറിച്ചാണ്. ഇദ്ദേഹം പശുവിന്റെ കഴുത്തിൽ കെട്ടിയ കയറ് കെട്ടിയിരിക്കുന്ന മരം നിൽക്കുന്ന മണ്ണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് വിവാഹം ചെയ്യാനുള്ള കാരണം? ശാരീരിക ആവശ്യമായിരുന്നില്ല, ലൈംഗിക ചോദനകളായിരുന്നില്ല, മറിച്ച് ഉഹദ് രണാങ്കണത്തിൽ പടവെട്ടി മരിച്ചത് സൈനബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്നു. അവരെ സംരക്ഷിക്കാൻ ഒരു നിലക്കും സൗകര്യമില്ലാതെ വന്നൊരു ഘട്ടത്തിൽ വയോവൃദ്ധയായ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞപ്പോഴാണ് വിവാഹം കഴിച്ചത്. മറ്റൊരു വിവാഹം പ്രവാചകൻ കഴിക്കുന്നത് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെയാണ്. ദത്തുപുത്രനെ സ്വന്തം മകനായി പരിഗണിക്കാവുന്ന ഒരു അവസ്ഥ അറബ്യൻ സംസ്കാരത്തിൽ ഉദയം ചെയ്തിരുന്നു. തന്റെ ദത്തുപുത്രനായ സയ്യിദിന്റെ ആദ്യ ഭാര്യയായിരുന്നു സൈനബ റളിയല്ലാഹു അൻഹ. അവർ തമ്മിൽ ഒരു വളർത്തുമകന്റെ ഭാര്യയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ചർച്ചയുമില്ലാതെ മുന്നോട്ട് പോയി. ഏറ്റവും നല്ല ഉന്നത കുടുംബത്തിൽ പിറന്ന വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള സ്വരച്ചർച്ച വഴി വിവാഹമോചനത്തിന്റെ ഘട്ടത്തിലെത്തുകയും വിവാഹം മോചനം നടക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അതിനാൽ മകന്റെ ഭാര്യയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനത്തിന്റെ കൽപ്പന നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ദത്തുപുത്രന്മാർ മകന്റെ പരിഗണനയിലേക്ക് വരികയില്ല എന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ പരിഗണിക്കാനും. വളർത്തുമകനുണ്ട്, മകനൊരു ഭാര്യയുണ്ട്. ആ ഭാര്യ നബിയുടെ അമ്മായിയുടെ മകളായിരുന്നു. ശരി, ഒരു കുട്ടിയെ എടുത്തു വളർത്തി. ഇപ്പൊ ദാണ്ട വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികളെ ഞങ്ങൾക്ക് ദത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വരുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ആരോരുമില്ലാത്ത ഒരു അടിമ ബാലനായ സെയ്ദിനെ സ്വന്തം മകനായിട്ട് എടുത്ത് വളർത്തി. സെയ്ദേ എന്നാരെങ്കിലും വിളിച്ചാൽ അപ്പോൾ നബി അവിടെ പ്രത്യക്ഷപ്പെട്ട് പറയാം, സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കും, മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കാൻ പറയും. അത്രയ്ക്ക് സ്വന്തം മകനെ പോലെ കണ്ട് കരുതിയിരുന്ന ആള്. വേറെ ആൺകുട്ടികളൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം സെയ്ദിനെ അന്വേഷിച്ച് സെയ്ദിന്റെ വീട്ടിലേക്ക് പോയ പ്രവാചകൻ കണ്ടത് സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സൈനബിനെയാണ്. എന്തൊരു സൗന്ദര്യമാണ് നിനക്ക്, എന്തൊരു ചാരുത എന്നൊക്കെ പറഞ്ഞപ്പോൾ സൈനബിന് കാര്യം മനസ്സിലായി. നബിയുടെ കണ്ണ് എൻ്റെ പുറത്ത് വീണിട്ടുണ്ട്, ഇനി ഞാൻ നബിക്കുള്ളതാണ്. അങ്ങനെ ഭർത്താവ് വന്നുകൊണ്ട് ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അതെ, നിങ്ങളുടെ വാപ്പ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. വീട്ടിനകത്ത് കയറാൻ പോലും നിന്നില്ല. സെയ്ദ് ഉടനെ ഓടി നബിയുടെ അടുത്തേക്ക്. അല്ല വാപ്പ, ഞാനെന്നാ പിന്നെ അവളെ അങ്ങ് ഒഴിവാക്കിയേക്കട്ടെ, ഇനി ആൾക്കുള്ളതാണല്ലോ, അപ്പോൾ അവളെ കണ്ടു, അപ്പാക്ക് ഇഷ്ടമായല്ലോ, ശരി എന്താ ചെയ്യുക, വേണ്ട അവിടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അല്ലടാ നിനക്കെന്താ കുഴപ്പം, ഞാൻ നിനക്ക് കെട്ടിച്ചു തരില്ലേ. അങ്ങനെ അള്ളാഹു ആകാശത്തിരുന്ന് തന്നെ സൈനബിനെ നബിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പം സെയ്ദ് ആരായി? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ വളർത്തുമകന് സ്വന്തം സ്വത്തിൽ നിന്ന് അവകാശം കൊടുക്കണ്ട. ഭാര്യയും പോയി, ഇതുവരെ വാപ്പയാണെന്ന് പറഞ്ഞിരുന്ന അഡ്രസ്സും പോയി, 1 രൂപ വരുമാനം, 1 രൂപ സമ്പത്തായിട്ട് കിട്ടിയതുമില്ല. എല്ലാം കൊണ്ടും സെയ്ദിന് നഷ്ടം തന്നെ. എല്ലാം നഷ്ടപ്പെട്ടു, സെയ്ദിന് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് പറയുകയാണ്, അന്നത്തെ കാലഘട്ടത്തിൽ ദത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. അത് ദുരാചാരമാണോ? ഈ വയനാട്ടിൽ ഒരുപാട് മക്കള് നിരാലംബരായി, നിസ്സഹായരായി, അനാഥകളായി. അപ്പം അങ്ങനെയുള്ള മക്കളെ ദത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താണ് ഫോർമാലിറ്റീസ് എന്ന് ആലോചിച്ചാൽ വന്നത്. അവരൊരിക്കലും ആ മക്കളെ വേറൊരു രൂപത്തിലേക്ക് കാണില്ല എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അതോ നമ്മുടെ സമ്പത്ത് കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കുമോ? ആ രൂപത്തിൽ എടുത്തു വളർത്തി വലുതാക്കിയ ഒരു കുട്ടിയെ സ്വന്തം മക്കളെ പോലെ കാണുകയല്ലേ മാനവികത? അപ്പം സ്വന്തം മക്കളെ പോലെ അല്ല ദത്തുമക്കളുടെ നിയമം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഭാര്യയെ നബിക്ക് കെട്ടിച്ചു കൊടുത്തു പടച്ചോൻ. എന്നിട്ട് പുതിയൊരു മാനവികത അവിടെ രൂപപ്പെട്ടു. എന്നിട്ട് ഇനി മുതൽ ഇദ്ദേഹം എടുത്തു വളർത്തിയതിൻ്റെ പേരിൽ അവൻ സ്വന്തം മോനെ പോലെ ആകത്തില്ല,
അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്പത്തും കൊടുക്കണ്ട എന്ന് അള്ളാഹു ആകാശത്തിൽ നിന്ന് ദൈവികമായിട്ട് വെളിപാടിറക്കി. ഇതാണ് ഇസ്ലാമിന്റെ വലിയ മാനവികതയായിട്ട് ഇവർ പറയുന്നത്. എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് ഇവരുടെ മാനവികത. ശരി, തുടരാം. സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് സംരക്ഷണം നൽകുവാനും വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി വീണ്ടും വിവാഹം കഴിക്കുന്നത്. 6 വർഷമാണ് ആ വിവാഹം നീണ്ടുപോയത്. അബൂ സലമയുടെ വിധവയായ ഉമ്മു സൽമ എന്ന് പറയുന്ന സ്ത്രീയെ റളിയല്ലാഹു അൻഹ, ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയെ മദീനയിൽ വെച്ചിട്ട് ഹിജറയ്ക്ക് ശേഷം ഭർത്താവ് മരിച്ചു. മക്കയിൽ നിന്ന് വന്നു, മദീനയിലെത്തിയപ്പോഴേക്ക് ഭർത്താവ് മരിച്ചു. 4 മക്കളുണ്ടായിരുന്നു. ജീവിക്കാൻ കഴിയാതെ വിഷമത്തോടും. അല്ല, ഈ മക്കളെയും ഭാര്യയെയും ഇപ്പൊ ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുരുഷനായിട്ട് മക്കയിലും മദീനയിലും ഒക്കെ? വേറെ ആരും ഇല്ലായിരുന്നു? വേറെ ആരെങ്കിലും കൊണ്ട് കെട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കെട്ടിച്ചൂടെ? ആ മക്കളെയും സംരക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു കൊടുത്തൂടെ? എല്ലാ വിധവകളെയും ഞാൻ തന്നെ കെട്ടി സംരക്ഷിക്കുമെന്ന് എന്താണ് ഒരു നിർബന്ധം? കൂടി കരയുന്ന ഒരു ഘട്ടമുണ്ട്. ഈ 4 മക്കളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു എന്നതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ കഴിയാത്ത വിഷമസന്ധി അനുഭവിക്കുകയാണ്. ഭർത്താവ് മരണപ്പെടുകയും ചെയ്തു. അനാഥ സംരക്ഷണത്തിന്റെ മാതൃകാ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനാഥകളെ സംരക്ഷിച്ചു, വിധവകളെ സംരക്ഷിച്ചു. ശരി, പ്രവാചകൻ കഴിച്ചതെല്ലാം വിധവകളെ ആയിരുന്നല്ലേ? ആയിഷ ഒഴികെ. പ്രവാചകൻ മരിച്ചപ്പോൾ 16 വയസ്സുള്ള ആയിഷയെ ആരും കെട്ടരുത് എന്ന് ഖുർആനിൽ വചനം വരാൻ എന്താണ് കാരണം? വിധവയായ ആയിഷയ്ക്ക് വിധവാ സംരക്ഷണമൊന്നും വേണ്ടേ? അവർക്കൊരു ഭർത്താവ് വേണ്ടേ? അവർക്ക് പിന്നീട് മുന്നോട്ട് ജീവിച്ചു പോകണ്ടേ? പ്രവാചകൻ മരിച്ചതിന് ശേഷം 47 കൊല്ലത്തോളം ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നരകിച്ച് ജീവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയാണല്ലോ ആയിഷ. അവരെ കെട്ടാൻ എന്താ ഖുർആനിൽ വചനമില്ലാത്തത്? പ്രവാചക ഭാര്യമാരെ ഇനി ആരും കെട്ടരുത് എന്ന് പറയാൻ അള്ളാഹു മടിച്ചില്ലല്ലോ. നബി അത് പഠിപ്പിക്കുകയും ചെയ്തല്ലോ. അല്ല, കെട്ടിയതെല്ലാം വിധവകളെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. ശരി. ഭർത്താവ് മരണപ്പെട്ട സമയത്ത് ഉമ്മു സലമയെ അഥവാ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. ബനൂ മുസ്തലഹ് ഗോത്രം. ആ ബനൂ മുസ്തലഹ് യുദ്ധത്തിന് ശേഷം മദീനയിലേക്ക് മടങ്ങി. യുദ്ധത്തടവുകാരിൽ ഒരാളുണ്ടായിരുന്നു, ജുവൈരിയ. അവർ മദീനയിൽ വന്നു. പിതാവ് ഹാരിസ് മോചനദ്രവ്യം നൽകിയിട്ട് അവരെ മോചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തടവുകാരി എന്ന നിലയ്ക്ക് ആ മോചനദ്രവ്യം വാങ്ങിയില്ല. സന്തോഷം കാരണം സന്തോഷത്തോടുകൂടി പിതാവിന് ജുവൈരിയ റളിയല്ലാഹു അൻഹ യുദ്ധത്തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ പിതാവ് മോചനദ്രവ്യം നൽകിയിട്ട് സ്വതന്ത്രയാക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നപ്പോ ഒരിക്കലും പ്രവാചകൻ ആ മോചനദ്രവ്യം വാങ്ങിയില്ല. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു പിതാവിനോട്, ഹാരിസിനോട്. സന്തോഷത്തിന്റെ ആധിരേകത്താൽ, അണമുറിയാത്ത സന്തോഷം കൊണ്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മകളെ വിവാഹം കഴിക്കാമോ എന്ന് അന്വേഷിച്ചു. അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. പിതാവ് സർവ്വസമ്മതത്തോടുകൂടി തന്റെ പ്രിയപ്പെട്ട മകളെ ഭാര്യമാർ മറ്റുള്ളവർ നിലനിൽക്കെ തന്നെ വിവാഹം ചെയ്തു കൊടുത്തു. ആ സന്തോഷത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. 6 വർഷമാണ് ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ ബാലു അണ്ണൻ കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ ഒരു ഇബ്രാഹിക്ക എന്നും വന്നിട്ട് എൻ്റെ മോളെ കെട്ടുവോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി ആകാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിക്കയ്ക്ക് ഒരു മരുമകനാകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാലു അണ്ണൻ ശ്രമിച്ചത്. ഭാര്യയോട് വന്ന് ചോദിക്കുന്നു, അതേ ഇബ്രാഹിക്ക ഇങ്ങനെ ഒന്നും എന്നോട് പറയും, ഒന്നുകൂടെ അങ്ങ് കെട്ടിയാലോ? ഭാര്യ സമ്മതിക്കാത്തത് കൊണ്ട് പറഞ്ഞു ഭാര്യയ്ക്ക് ഈമാനില്ലാന്ന്. അപ്പം അവരെ വേറെ ഏതെങ്കിലും വയസ്സായി, കുറച്ച് വയസ്സ് ഉണ്ട്, അതല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി, അതല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, അങ്ങനെയുള്ള